കോഴിക്കോട് കിനാലൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ തലയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. കിനാലൂർ സ്വദേശി ബാബുരാജിന്റെ വീട്ടുമുറ്റത്താണ് ബീഹാർ സ്വദേശി സുജോയ് മണ്ഡലയെ കണ്ടെത്തിയത്. ഇയാളുടെ കൈവശം സ്ത്രീയുടെ രക്തം പുരണ്ട വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, എന്താണ് സംഭവം? ആരാണ് അയാൾ? ഹഷ്മി, ഇന്നു രാവിലെ 6 മണിയോടെയാണ് കിനാലൂരിലെ പാറത്തലക്കൽ ബാബുരാജിന്റെ വീടിന്റെ അടുക്കള വശത്തോട് ചേർന്ന വാഴയുടെ ചുവട്ടിലായിട്ട് ഈ സുജയ് മണ്ഡല കിടക്കുന്നത് ആ വീട്ടുകാർ ശ്രദ്ധയിൽപ്പെടുന്നത്. ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഈ ഒരു അസ്വാഭാവികത തോന്നി തീർന്നു. ഇയാളുടെ തലയിലും കൈക്കുമൊക്കെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. കയ്യിൽ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഒരു ഷൂ ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടുകാരെ വിവരമറിയിച്ചു. നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസം, ഇയാൾ സുഹൃത്തുക്കളുമൊപ്പ് മദ്യപിച്ചതിന് ശേഷം സ്ഥലകാല ബോധമില്ലാതെ ഈ വീട്ടിലെത്തിയതാകാമെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന പ്രാഥമികമായിട്ടുള്ള നിഗമനം. മറ്റ് അസ്വാഭാവിക സംഭവങ്ങളൊന്നും ആ പ്രദേശത്ത് നടന്നതായിട്ടുള്ള അറിവില്ല. ഈ മദ്യപിച്ചതിനിടയിൽ എന്തെങ്കിലും വീട് പരിക്കുപറ്റിയതാവാം. പരിക്കുപറ്റിയ സമയത്ത് ചോര തുടയ്ക്കാനായിട്ട് എവിടെന്നെങ്കിലും എടുത്തതാകാം ഈ വസ്ത്രങ്ങൾ എന്നതാണ് പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത്. എന്തായാലും ഇയാൾ ഇപ്പോൾ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ബാലുശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഇയാളുടെ പരിക്ക് ഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുള്ളത്. അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളും, അതായത് സ്ത്രീയുടെ വസ്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയ്യിൽ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു. പ്രാഥമികമായ അന്വേഷണത്തിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നുമില്ല. ആരെങ്കിലും മിസ്സിംഗ് കേസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ത്രീകൾക്ക് പരിക്കേറ്റതായിട്ടുള്ള സംഭവങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഇത് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് കിനാലൂരിൽ തന്നെയുള്ള ഒരു ചെരുപ്പ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇയാൾ. സുഹൃത്തുക്കളുമൊത്ത് മദ്യപിക്കുന്നു. മദ്യപിച്ച ശേഷം അലക്ക് കെട്ടതിന് ശേഷം സ്ഥലകാല ബോധമില്ലാതെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന ആശങ്ക സ്വാഭാവികമാണ്. അങ്ങനെയല്ല, അയാൾ എന്തോ മദ്യപിച്ച് വഴിതെറ്റി എങ്ങനെയോ ദേഹം മുറിഞ്ഞപ്പോഴേക്കും ചോര തുടയ്ക്കാൻ വേണ്ടി കൈകിട്ടിയ ഡ്രസ്സ് അവിടുന്ന് എടുത്താണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിൽ പോലീസ് അന്വേഷിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.